സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ്? ഉത്തരം 1956 നവംബർ 1. 1956 നവംബർ 1 കേരളത്തിന്റെ ഭാഗമായിരുന്ന ജില്ലകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. ഇന്ത്യൻ യൂണിയനിൽ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഉത്തരം ഓപ്ഷൻ എ 1.18%. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 560 കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഓപ്ഷൻ ബി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഓപ്ഷൻ സി ജനസംഖ്യ കൂടിയ ജില്ല തിരുവനന്തപുരം. ഓപ്ഷൻ ഡി ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ഉത്തരം ഓപ്ഷൻ സി ജനസംഖ്യ കൂടിയ ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട്. തെറ്റായത് ഏത്? ഓപ്ഷൻ എ കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ഓപ്ഷൻ ബി സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. ഓപ്ഷൻ സി കടൽ തീരം കൂടുതലുള്ള ജില്ല ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ സി കടൽ തീരം കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. തെറ്റായത് ഏത്? ഓപ്ഷൻ എ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഓപ്ഷൻ ബി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇടുക്കി. ഓപ്ഷൻ സി ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. ഓപ്ഷൻ ഡി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാറശാല. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. കേരളത്തിലെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തെന്മല. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട്. ഓപ്ഷൻ ബി ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്. ഓപ്ഷൻ സി ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാട്. ഓപ്ഷൻ ഡി ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട്. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പത്തനംതിട്ട.
ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. തെറ്റായത് ഏത്? ഓപ്ഷൻ എ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഇടുക്കി. ഓപ്ഷൻ ബി ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ആലപ്പുഴ. ഓപ്ഷൻ സി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഓപ്ഷൻ ഡി ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ ഡി ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം വയനാട്. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇടമലക്കുടി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചിങ്ങം 1. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി മറയൂർ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 77. കേരളത്തിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ നൽകിയതിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം, ഇടുക്കി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി വെള്ളനാട്. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മൂന്നാർ. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ പോത്തുകൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കണിക്കൊന്ന. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി.
കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2018. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പീലിക്കോട്. തെറ്റായത് ഏത്? ഓപ്ഷൻ എ കേരളത്തിന്റെ ചന്ദന നഗരം മറയൂർ. ഓപ്ഷൻ ബി കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. ഓപ്ഷൻ സി കേരളത്തിന്റെ പക്ഷിഗ്രാമം പനമരം. ഓപ്ഷൻ ഡി കേരളത്തിന്റെ കയർ ഗ്രാമം വയലാർ. ഉത്തരം ഓപ്ഷൻ സി കേരളത്തിന്റെ പക്ഷിഗ്രാമം പനമരം. കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നൂറനാട്.